ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കൾക്കെതിരെയും കോവിഡ് കാലത്ത് വാക്സിൻ വികസിപ്പിച്ച ബ്രിട്ടീഷ് ഫാർമ കമ്പനിക്കെതിരെയും കേസ് നൽകുമെന്ന് കോവിഷീൽഡ് വാക്സിൻ മൂലം മരണപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. 20-കാരിയായ കാരുണ്യയുടെ മാതാപിതാക്കളാണ് കേസിനൊരുങ്ങുന്നത്. തങ്ങളുടെ വാക്സിൻ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയ്ക്കുന്നതിനും കാരണമാകുന്ന അപൂർവ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് യുകെയിലെ കോടതി വ്യവഹാരത്തിൽ ആസ്ട്രാസെനക്ക സമ്മതിച്ചതിനെ തുടർന്നാണിത്. കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിർമ്മിച്ച ആസ്ട്രാസെനക്ക വ്യാപകമായി നൽകപ്പെട്ടിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ പിതാവ് വേണുഗോപാലൻ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിലാണ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആസ്ട്രാസെനക്ക വാക്സിന്റെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങൾ ഏറെ വൈകിയാണ് വന്നത്. രക്തം കട്ടപിടിച്ചുണ്ടായ മരണങ്ങൾ മൂലം 15 യൂറോപ്യൻ രാജ്യങ്ങൾ വാക്സിന്റെ ഉപയോഗം നിയന്ത്രിച്ചതിന് ശേഷം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ വിതരണം ഇന്ത്യയിലും നിർത്തേണ്ടതായിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. മാത്രമല്ല, തങ്ങളെപ്പോലെ ദുഃഖിതരായ നിരവധി മാതാപിതാക്കൾ വിവിധ കോടതികളിൽ നീതിക്കായി പോരാടുന്നുണ്ടെങ്കിലും ഒരു കേസിലും വാദം കേൾക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുജനാരോഗ്യത്തിന്റെ പേരിൽ നടന്ന ഈ അതിക്രമം ഇനിയും ആവർത്തിക്കാതിരിക്കുന്നതിന് മതിയായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കുറ്റവാളികൾക്കെതിരെ തങ്ങൾ പുതിയ കേസുകൾ ഫയൽ ചെയ്യും. സമാന പരാതികളുള്ള ഇരകളുടെ 8 കുടുംബങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പൊതുവികാരമാണ് പോസ്റ്റിൽ പ്രതിധ്വനിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 2021 മരണപ്പെട്ട ഹൃദയിക എന്ന 18 വയസ്സുകാരിയുടെ പിതാവും മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡിനെ നിയമിക്കണമെന്നും പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നേരത്തെ റിട്ട് ഹർജി നൽകിയിരുന്നു. അതേസമയം വാക്സിൻ നിരവധി കേസുകളിൽ മരണത്തിനും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമായിട്ടുള്ളതായി കുറഞ്ഞത് 51 കേസുകളെങ്കിലും ഉള്ളതിനാൽ ആസ്ട്രാസെനക്ക ഇതിനകം തന്നെ യുകെയിൽ കോടതി വ്യവഹാരം നേരിടുന്നുണ്ട്. മാത്രമല്ല, കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇന്ത്യയിൽ 175 കോടിയോളം തവണ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കോവിഡിന് ശേഷം ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങൾ കൂടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം അപൂർവമായി ഉണ്ടാകാമെന്നാണ് ആസ്ട്രാസെനക്ക യുകെയിൽ വ്യക്തമാക്കിയത്. വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്ക സംബന്ധമായ പ്രശ്നമുണ്ടായ ജെയിംസ് സ്കോട്ട് എന്നയാളാണ് ആദ്യം കേസിന് പോയത്. പിന്നാലെ ഒട്ടേറെ പേർ കോടതിയെ സമീപിച്ചു. അതേസമയം വാക്സിന്റെ ഗവേഷകരായ ഓക്സ്ഫോർഡ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല.